ഇന്ന് നമ്മുടെ എല്ലാ വീടുകളിലെയും ചർച്ചാ വിഷയമാണ് എൽ പി ജി ക്ഷാമം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരെയും അത് ഭീകരമായിട്ട് തന്നെ ബാധിക്കും. എല്ലാ വീടുകളിലും ആൾക്കാർ ഗ്യാസ് ബുക്ക് ചെയ്ത് വെയിറ്റിംഗ് പീരീഡ് നോക്കിയിരിക്കുന്നു. പലരും ഇൻഡക്ഷൻ കുക്കറൊക്കെ പൊടി തട്ടിയെടുത്ത് അതിൽ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ LPG ക്രൈസിസ്, ഈ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നത്? ഇതിന്റെ പിന്നിലുള്ള എക്കണോമിക്സ് എന്താണ്, ജിയോ പൊളിറ്റിക്സ് എന്താണ്, ഇതിനെ സംബന്ധിച്ച് മുന്നോട്ട് ഗവൺമെന്റിന്റെ പ്ലാൻസ് എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഭയപ്പെടണോ അതോ സമാധാനമായിട്ട് ഇരിക്കണോ എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ വീഡിയോ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പ് എന്നുള്ളൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് അങ്ങോട്ട് പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്താൽ ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്താനും വ്യൂസ് കൂടാനും ചാനൽ വളരാനും ഹെൽപ്പ് ചെയ്യും. ഞാൻ കുറച്ച് ഗ്യാപ്പിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മോട്ടിവേഷൻ എനിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കാമല്ലോ അല്ലേ? ഓക്കെ, അപ്പം പ്ലീസ് ഡു ഇറ്റ്. ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പം എന്താണ് നമ്മളുടെ ഇപ്പോഴത്തെ പ്രശ്നം? നമ്മൾക്ക് LPG ഗ്യാസിൻ്റെ ക്ഷാമം വരുന്നു. പക്ഷേ ഈ ഒരു LPG ക്ഷാമം ഇന്ത്യ എന്ന മഹാരാജ്യത്തെയാണ് കൂടുതലും ബാധിച്ചത്. എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഈ LPG ക്ഷാമം രൂക്ഷമാവുന്നത്? എന്തുകൊണ്ട് ഇന്ത്യനെ ഇത് കൂടുതൽ എഫക്റ്റ് ചെയ്തു? എന്തുകൊണ്ടായിരിക്കും? ഉത്തരം വളരെ വളരെ സിമ്പിളാണ്. ജസ്റ്റ് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചേ. എന്തുകൊണ്ടാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് ഇത് എഫക്റ്റ് ചെയ്യുന്നത്? എന്താ കാരണം നമ്മൾക്ക് 33 കോടി LPG കണക്ഷൻ ഉണ്ട് ഏകദേശം. അതായത് 330 മില്യൺ, അമേരിക്കൻ പോപ്പുലേഷനെക്കാട്ടിയും കൂടുതൽ. എന്തുകൊണ്ട്? നമ്മുടെ രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. അത്രയും LPG കണക്ഷൻസ് നമ്മുടെ രാജ്യത്തിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ LPG ക്ഷാമം ഇപ്പം അനുഭവിക്കുന്നത്. ഇനി നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഈ രാജ്യത്തിന് വേണ്ട 40% LPG ഇന്ത്യയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി 60% LPGയും ഇന്ത്യ പുറത്തുള്ള രാജ്യങ്ങളിൽ, മെയിനായിട്ട് ഗൾഫ് കൺട്രീസായ UAE, ഖത്തർ, സൗദി അറേബ്യ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ LPG ക്ഷാമം അനുഭവിക്കാനുള്ള കാരണം എന്താണ്? യുദ്ധമാണ്. ഇറാനും US ഇസ്രായേലും ഒക്കെ കൂടിയിട്ടുള്ള യുദ്ധം കാരണമാണ് നമ്മൾക്ക് ഈ ഒരു ക്ഷാമം വന്നത്. അതെന്തുകൊണ്ടാണ് വന്നത്? ഞാൻ പറയും, നമ്മൾക്ക് ഈ ക്ഷാമം വരാൻ യുദ്ധമല്ല, ഈ ഭൂമിയുടെ ജോഗ്രഫിയാണ് കാരണം. അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ഈ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലോട്ടേക്ക് സൂമി. അവിടെ എന്തൊക്കെ രാജ്യങ്ങളുണ്ട്? ഇറാനുണ്ട്, ഖത്തറുണ്ട്, UAE ഉണ്ട്, കുവൈത്ത് ഉണ്ട്. അപ്പോൾ നമ്മൾ രാജ്യത്തിലേക്ക് വരേണ്ട LPG ഗ്യാസ് ഇതെങ്ങനെയാണ് വരിക? ഇത് കപ്പൽ വഴി, കടലിലൂടെയാണ് നമ്മുടെ രാജ്യത്തിലേക്ക് വരിക. അപ്പോൾ ഏതാണ് ആ കടലെന്ന് അറിയോ? അറേബ്യൻ സീ വഴിയാണ് ഈ ഓയിലൊക്കെ നമ്മളുടെ രാജ്യത്തും പല രാജ്യത്തിലേക്കും മിഡിൽ ഈസ്റ്റിൽ നിന്ന് പോകുന്നത്. അപ്പോൾ നിങ്ങൾ കരുതും ഇവിടെയുള്ള എല്ലാ രാജ്യങ്ങളും ഡയറക്റ്റ് അറേബ്യൻ സീയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ റിയാലിറ്റി കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇതിൽ പല കൺട്രീസും ആക്ച്വലി പേർഷ്യൻ ഗൾഫ് എന്നൊരു വലിയ സീ ഏരിയൻ്റെ ചുറ്റുമാണ് ഇരിക്കുന്നത്. പേർഷ്യൻ ഗൾഫിനെ നിങ്ങളൊരു വലിയ വാട്ടർ ലേക്ക് പോലെ ഇമാജിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രാജ്യങ്ങളിൽ നിന്ന് ഓപ്പൺ ഓഷനിലേക്ക്, അതായത് അറേബ്യൻ സീയിലേക്ക് പോകാൻ ഒരു ചെറിയ എക്സിറ്റ് മാത്രമാണ് ഉള്ളത്. ആ നാരോ സീ പാസേജിനെയാണ് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസ് എന്ന് പറയുന്നത്. മലയാളത്തിൽ ഇതിനെ ഹോർമോസ് കടലെടുക്ക് എന്നാണ് പറയാം. നിങ്ങളിപ്പോൾ ന്യൂസിലൊക്കെ ഈ വേർഡ് കേൾക്കുന്നുണ്ടാവും. എന്താണ് കടലെടുക്ക്? കടൽ എന്താണ് അറിയാലോ? കടൽ ഇടുക്ക് എന്താണ്? ഇടുങ്ങിയ വഴി, ചെറിയ വഴി. അപ്പോൾ ഈ കടലെടുക്ക് ആക്ച്വലി നിങ്ങൾ ഈ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 2 കൺട്രീസിൻ്റെ ഇടയിലാണ്, മെയിനായിട്ട് ഇറാൻ ആൻഡ് ഒമാൻ. അപ്പോൾ ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണ്? സൗദി അറേബ്യ, കുവൈത്ത്, ഇറാഖ്, ഖത്തർ, UAE ഇവിടെ നിന്നൊക്കെയുള്ള ഓയിൽ കപ്പലുകൾ വേൾഡിൻ്റെ വേറെ ഭാഗങ്ങളിലേക്ക് പോകണമെങ്കിൽ ഈ ചെറിയ കടലെടുക്ക് വഴി തന്നെ പോകണം. അതുകൊണ്ട് തന്നെ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസ് വേൾഡിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓയിൽ ചോക്ക് പോയിന്റ് ആണ്. അപ്പോൾ ഈ പാത, ഈ തുറന്ന കടലിലേക്ക് കണക്ട് ചെയ്യുന്ന ഈ പാതയിലൂടെയാണ് ലോകത്തിലേക്ക് വേണ്ട 20% ഓയിലും പോകുന്നത്. അതായത് ഈ ഒരു സിംഗിൾ ചാനൽ വഴിയാണ് ഇത്രയും ഡിമാൻഡുള്ള ഒരു സാധനം പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? ഭൂമിയുടെ ജോഗ്രഫി പ്രകാരം, അതാണ് ഭൂമിശാസ്ത്രപരമായിട്ട് ഇതാണ് വഴി. വേറെ വഴി ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കലൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ? ഇത് ഭൂമി തന്ന വഴിയാണ്. നമ്മൾ മനുഷ്യനെ വഴി കുത്തിയെടുക്കുമ്പോൾ ഒരു റോഡ് ഉണ്ടാക്കാൻ തന്നെ നമ്മൾ എത്ര കഷ്ടപ്പെടുന്നത്, ഇനി ജലപാത ഉണ്ടാക്കാൻ എത്ര കഷ്ടപ്പെടേണ്ടി വരും. അപ്പം അത് ഇത്രയും കാലമായിട്ട് പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ് ഈ വഴി തന്നെ ഈ ഓയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം എന്താണ് പ്രശ്നം? അപ്പോൾ ഈ ജലപാതേൻ്റെ അടുത്ത് കൂടിയിട്ടുള്ള രാജ്യങ്ങളൊന്ന് നോക്കി, അതിൽ മെയിനായിട്ടുള്ള രാജ്യം ഏതാണ്? അതിൽ മെയിനായിട്ടുള്ള ഒരു രാജ്യം ഏതാണ്? ഇറാൻ. അപ്പോൾ ഇറാനാണ് ഇപ്പം യുദ്ധത്തിലുള്ള ഒരു രാജ്യം. ഇവർ ആ വഴി കുറച്ചൊക്കെ ഏകദേശം അടച്ചു. പിന്നെ ഭീഷണിയാണ്, ഇനി അതിലേക്ക് കൂടി പോകുമ്പോൾ മിസൈലോ ബോംബോ എന്തെങ്കിലും അവരിട്ടും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളുടെ LPG വരാത്തത്? ഇന്ത്യയിലേക്ക് വരാത്തത് എന്താ? ജീവനിൽ കൊതിയുള്ള ആരെങ്കിലും ഇപ്പോൾ കപ്പൽ ഓടിച്ച് അതിലേക്ക് കൂടി പോവോ? എല്ലാവർക്കും ജീവനിൽ പേടി ഉണ്ടാവില്ലേ?
അല്ലെങ്കിൽ ഇന്ത്യ സംസാരിച്ചിട്ട് എൻ്റെ കപ്പലൊന്ന് വിടണം, ഒന്ന് പ്രശ്നം ഉണ്ടാക്കരുത്, ബോംബൊന്നും ഇടരുത് എന്ന് പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു തീരുമാനമായി കഴിഞ്ഞാൽ കപ്പൽ അതിലേ കൂടി വരുള്ളൂ. അല്ലാത്ത പക്ഷം കപ്പലൊക്കെ അവിടെ നിൽക്കും. അപ്പം നമ്മൾക്ക് വേണ്ട LPG എന്ത് ചെയ്യും? ലേറ്റ് ആവും വരാൻ. ഇപ്പം വരില്ല, ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട് വരും. അവർ രാജ്യങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് ഒരു തീരുമാനമായിട്ട് പറഞ്ഞു വിടുമായിരിക്കും. അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പം നമ്മൾക്ക് ഇവിടെ രാജ്യത്ത് എന്ത് സംഭവിച്ചു? നമ്മൾക്ക് LPGക്ക് ഡിമാൻഡ് ഉണ്ട്, സപ്ലൈ ഇല്ല, അല്ലേ? അപ്പോൾ ഡിമാൻഡ് ഉണ്ട്, സപ്ലൈ ഇല്ല, അപ്പോൾ എന്ത് സംഭവിക്കും? പൈസ കൂടും. ബേസിക് എക്കണോമിക്സ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരുപാട് ഡിമാൻഡ് ഉള്ളതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. സിലിണ്ടർ ബുക്ക് ചെയ്ത് കുറേ ദിവസങ്ങൾ വെയിറ്റ് ചെയ്താലേ നമ്മൾക്ക് കിട്ടുള്ളൂ. കാരണം സപ്ലൈ ഇല്ല, സപ്ലൈ കമ്മിയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം വരും, അല്ല നമ്മളെ ഈ രാജ്യത്തിന് എന്തുകൊണ്ട് LPG കുറച്ച് സ്റ്റോർ ചെയ്ത് വെച്ചൂടാ? അല്ല, ഇങ്ങനത്തെ ക്രൈസിസ് എല്ലാം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, ഇന്ത്യ എന്തുകൊണ്ട് ഇത് മുൻകൂട്ടി ചിന്തിച്ചില്ല? എന്ന് പ്രശ്നം വരാം രാജ്യത്തിന് സംബന്ധിച്ചിട്ട്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇത് സ്റ്റോറേജ് ഇല്ല? ഇവിടെയാണ് രാജ്യം എന്ന നിലയിൽ കുറച്ച് ഡിസപ്പോയിൻറ്റിങ് ആയിട്ടുള്ള കാര്യം. നമ്മളെ രാജ്യത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ LPG സ്റ്റോറേജ് വളരെ കുറവാണ്. കണക്കുകൾ നോക്കുമ്പോൾ ഏകദേശം ഒരു 14-15 ദിവസത്തേക്കുള്ള LPG സ്റ്റോറേജ് നമ്മൾക്കുള്ളൂ. ഇന്ത്യക്ക് ക്രൂഡ് ഓയിലിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള സ്ട്രാറ്റജിക് റിസർവ്സ് ഉണ്ട്. സ്ട്രാറ്റജിക് റിസർവ്സ് വെച്ചാൽ മറ്റൊന്നല്ല, രാജ്യം സ്റ്റോർ ചെയ്ത് വെക്കുന്ന, അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സംഭവത്തിനാണ് സ്ട്രാറ്റജിക് റിസർവ്സ് എന്ന് പറയാം. അപ്പോൾ അത് ക്രൂഡ് ഓയിലിനൊക്കെ ഉണ്ട്, പക്ഷേ LPGക്ക് ഇല്ല. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു യുദ്ധം കുറേ കാലം നീണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾക്ക് വലിയൊരു ക്ഷാമം മുന്നോട്ടുണ്ട്, ബിക്കോസ് ഓഫ് ദ സ്റ്റോറേജ് പ്രോബ്ലം. അതിൻ്റെ മെയിൻ കാരണം നമ്മുടെ രാജ്യം ഇനഫ് സ്റ്റോറേജ് നടത്തിയിട്ടില്ല ഇതിനു മുന്നേ. പക്ഷേ നേരെ മറിച്ച് US, ജപ്പാൻ, സൗത്ത് കൊറിയക്കൊക്കെ മന്ത്സ് വരെയുള്ള LPG സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ രാജ്യം എന്ന നിലയിൽ നമ്മൾക്ക് ഇത്ര സ്റ്റോറേജ് ഇല്ലാത്തത് വളരെ വലിയ തിരിച്ചടിയായി ഈ ഒരു നിമിഷത്തിൽ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ട് ഇന്ത്യ സ്റ്റോർ ചെയ്തില്ല? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? എന്തെങ്കിലും റീസൺ ഉണ്ടോ? അപ്പോൾ നമ്മൾ സ്റ്റോറേജ് ബിൽഡ് ചെയ്യാത്തതിൻ്റെ കാരണം നമുക്കത് ആവശ്യം ഉണ്ടായതായിട്ട് ഇവർക്ക് തോന്നിയിട്ടെന്ന് തോന്നുന്നു. കാരണം ഒന്നാമത് ഗ്യാസ് വളരെ ചീപ്പാണ്, മിഡിൽ ഈസ്റ്റ് ഭയങ്കര സ്റ്റേബിൾ ആയിരുന്നു, അതെല്ലാം ഭയങ്കര സ്മൂത്ത് ആയതുകൊണ്ട് ആരും ഈ LPG സ്റ്റോറേജിലൊന്നും ഇൻവെസ്റ്റ് ചെയ്തില്ല. പിന്നെ ഈ LPG എന്ന് പറയുന്നത് വലിയ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സാധനമല്ല. ഇത് ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്ന ഒരു പ്രൈസ് ഒക്കെ ഇല്ലേ LPGയിൽ, അതിന് മാർജിന് വളരെ കുറവായിരിക്കും. നമുക്ക് തോന്നിയ പൈസക്കൊന്നും LPG വിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആരും അതിനുവേണ്ടി മെനക്കെട്ടില്ല സ്റ്റോറേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്രൂഡ് ഓയിലിൽ നമുക്ക് സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ റിഫൈനറീസ്, ഇന്ത്യയിലുള്ള റിഫൈനറീസ് ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത് പെട്രോളും ഡീസലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്തുകൊണ്ടാണ്? അതിനാണ് ഡിമാൻഡ്, അതിനാണ് പൈസ, അവിടെയാണ് പ്രോഫിറ്റ്. അപ്പം അതാണ് ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. അപ്പോൾ LPG ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. ഡീസലും പെട്രോളും ഉണ്ടാക്കുന്ന സമയത്ത് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ് LPG. അപ്പോൾ ഒരു ബാരൽ ക്രൂഡ് ഓയിൽ പ്രോസസ് ചെയ്യുമ്പോൾ ഒരു 4 to 5% LPG കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതൽ LPG ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ പെട്രോളും ഡീസലും ഒരു സൈഡ് ഉണ്ടാവും. കാരണം LPG ബൈ പ്രൊഡക്റ്റ് ആണല്ലോ, അതാണ് അതിൻ്റെ കെമിസ്ട്രി. അപ്പോൾ ഈ കെമിസ്ട്രിക്ക് ആക്ച്വലി ഇതൊന്നും അറിയണ്ടല്ലോ, നമ്മളുടെ LPG ക്ഷാമൊന്നും അറിയണ്ടല്ലോ. പക്ഷെ അതിനെക്കാട്ടിയും നമ്മൾ ചിന്തിക്കേണ്ടത് ഇവരെന്തുകൊണ്ട് സ്റ്റോറേജ് ഉണ്ടാക്കിയില്ല എന്നതിൻ്റെ ഉത്തരം പൈസ തന്നെയാണ്. ഈ LPGന്റെ മെയിൻ ബിൽഡിംഗ് ബ്ലോക്കാണ് പ്രൊപ്പെയിനും ബ്യൂട്ടീനും. അപ്പോൾ ഈ രണ്ട് പ്രോഡക്റ്റും കുക്കിംഗ് ഗ്യാസിനായിട്ട് വിൽക്കുന്ന സമയത്ത് കിട്ടുന്ന പ്രോഫിറ്റിനെക്കാട്ടിയും കൂടുതൽ പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രിക്ക് വെക്കുമ്പോൾ കിട്ടും. വളരെ മാർജിൻ കൂടിയ പല പ്രോഡക്ട്സിലും ഈ പെട്രോ കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഏതിനൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പം പൈപ്പ്സ്, പ്ലാസ്റ്റിക്സ്, ക്ലോത്ത്സ്, കോസ്മെറ്റിക്സ്, ഷൂസ്, ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ്, ഫോർ എക്സാമ്പിൾ എന്താണ് ഈ സിറിഞ്ച്, IV ബാഗ്സ്, ഗ്ലൗസ്, മാസ്ക്, അതുപോലെ തന്നെ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ ടയർ, ഇതിനൊക്കെ ഇത് യൂസ് ചെയ്യും. അങ്ങനെ കുറേ അതായത് നമ്മൾ ദൈനംദിനമായിട്ട് യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളും വളരെ മാർജിൻ കൂടിയ ഇൻഡസ്ട്രീസിലും ഇത് യൂസ് ചെയ്യും, ഈ പെട്രോ കെമിക്കൽസ്. അപ്പോൾ അവർക്ക് അവിടെ നിന്നാണ് പ്രോഫിറ്റ്. LPG ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് ഈ പെട്രോ കെമിക്കൽസ് യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ഇതിനൊക്കെ പ്രോഫിറ്റ് കൂടുതലാണ്, LPG ഗ്യാസിന് പ്രോഫിറ്റ് കുറവാണ്. കാരണം അവിടെ ഒരു മാർജിൻ ഉണ്ട്, നമുക്ക് തോന്നിയ പൈസക്ക് വെക്കാൻ പറ്റില്ല, ഗവൺമെൻറ് പൈസ നിശ്ചയിച്ചിട്ട് അതിനനുസരിച്ച് വെക്കാൻ പറ്റും, മാർജിൻ കുറവാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഇപ്പോൾ LPG ഉണ്ടാക്കാൻ വെറുതെ പോകുന്നത്? ആരും മെനക്കെടാനാണ്? ആരും മെനക്കെട്ടില്ല. മാത്രമല്ല ഗ്ലോബലി LPG വളരെ ചീപ്പായിരുന്നു. ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് മാത്രമല്ല, വേറെ പല രാജ്യങ്ങളിൽ നിന്നും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്, US നിന്നൊക്കെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പം ലോജിക്ക് വളരെ സിമ്പിളായിരുന്നു. LPG നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു ചീപ്പായിട്ട്, ആൻഡ് ഈ പ്രൊപ്പൈൻ ബ്യൂട്ടനൊക്കെ നല്ല മാർജിൻ കിട്ടുന്ന പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ്സിലേക്ക് യൂസ് ചെയ്യുക. പക്ഷെ നമ്മൾ കണക്കുകൾ പ്രകാരം ഓക്കെ എന്ന്, പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളുടെ കണക്കുകളൊക്കെ തെറ്റി. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷൻ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കിച്ചണിൽ LPG എത്താത്തതിൻ്റെ കാരണം എന്തൊക്കെയാണ്? ഒരു റീജിയനിലെ വാറിൻ്റെ റിസൾട്ടാണത്. അത് മാത്രമാണോ? ഒരു രാജ്യത്തിൻ്റെ പ്ലാനിങ് ഗ്യാപ്പിൻ്റെ റിസൾട്ടാണ്, നമ്മുടെ ഇന്ത്യൻ രാജ്യത്തിൻ്റെ പ്ലാനിങ് ഗ്യാപ്പിൻ്റെ റിസൾട്ടാണ്. ഇപ്പോൾ എല്ലാം കണക്റ്റഡ് ആണ്. അപ്പം നമ്മുടെ പ്രോബ്ലം മനസ്സിലായി. അപ്പോൾ നിങ്ങൾ പലരും ഇപ്പോൾ ഗവൺമെൻറ്റിനെ ചീത്ത വിളിക്കാനും തുടങ്ങുന്നുണ്ടാവും. നമ്മൾ ഒരു സിറ്റുവേഷൻ വന്നതിന് ഇത് എങ്ങനെ നമ്മൾ അഭിമുഖീകരിക്കും, എങ്ങനെ ഇത് സോൾവ് ചെയ്യും? ചീത്ത വിളിയെല്ലാം പിന്നെ.
അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് പല രീതിയിലും ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് അതൊക്കെ നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്രൈസിസ് വന്നപ്പോൾ ഗവൺമെൻറ് വളരെയധികം ഫാസ്റ്റ് ആയിട്ട് തന്നെ റിയാക്ട് ചെയ്തു. ഫസ്റ്റ് ഇവർ ചെയ്തത് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് LPG അപ്ലൈ ചെയ്തു എന്നതാണ്. അതായത് റിഫൈനറീസിനോടൊക്കെ ഗവൺമെൻറ് പറഞ്ഞു LPG പ്രൊഡക്ഷൻ കൂട്ടണം, അതിനാണ് പ്രയോറിറ്റി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രൊപ്പെയിൻ ബ്യൂട്ടീൻ യൂഷ്വലി പെട്രോ കെമിക്കൽസ് ഉണ്ടാക്കാനാണ് യൂസ് ചെയ്യുക, അതിന് വേണ്ട ആദ്യം LPG ഉണ്ടാക്കാതെ വെച്ചിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് ടോട്ടൽ പ്രൊഡക്ഷൻ 28% കൂടി. LPG ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും 28% കൂടുതൽ LPG നമ്മൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. അത് വളരെ നല്ലൊരു സോളിഡ് മൂവ് ആയിരുന്നു ഗവൺമെൻറ് സൈഡിൽ നിന്ന്. ഇനി രണ്ടാമത് ഗവൺമെൻറ് ചെയ്തത് പ്രയോറിറ്റി സിസ്റ്റം കൊണ്ടുവന്നു. അതായത് കാറ്റഗറൈസ് ചെയ്തു കുറേ, അതായത് ടയർ 1, ടയർ 2, 3, 4 എന്നുള്ള മറ്റ്. അപ്പം ഈ കാറ്റഗറിക്ക് അനുസരിച്ചാണ് LPG സപ്ലൈ ചെയ്യുക. ഇപ്പോൾ ടയർ 1 ഗവൺമെൻറ് ഹൗസ് ഹോൾഡ് ഗ്യാസിനെയാണ് ഉൾപ്പെടുത്തിയത്. അതായത് നമ്മളുടെ കിച്ചണിലേക്കാണ് ആദ്യം LPG വരിക. ഇപ്പോൾ LPG വന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സപ്ലൈ നമുക്ക് തരും, വീടുകളിൽ കിട്ടും. അത് കഴിഞ്ഞിട്ടേ ആർക്ക് കൊടുക്കുള്ളൂ? ഹോട്ടലിലും അങ്ങനത്തെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, ഇൻഡസ്ട്രീസൊക്കെ കൊടുക്കുള്ളൂ. അപ്പോൾ നമ്മളുടെ കിച്ചണാണ് പ്രയോറിറ്റി. അപ്പോൾ ഗവൺമെൻറ് ചെയ്ത മറ്റൊരു കാര്യമാണത്. ഇനി മൂന്നാമത് ഇവർ ചെയ്തൊരു കാര്യം ബ്ലാക്ക് മാർക്കറ്റിംഗ് ഒഴിവാക്കാനുള്ള ഒരു സിസ്റ്റം കൊണ്ടുവന്നു. അതായത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ചില ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ത് ചെയ്യും, ഇത് ചില ആൾക്കാർ ചെയ്യുന്ന കളിയല്ലേ. അതായത് ഇപ്പം ഹോട്ടലുകാർക്ക് ഗ്യാസ് വേണം, അപ്പോൾ ഇവരെന്ത് ചെയ്യും, ചിലപ്പോൾ നമ്മളെ വീടുകൾക്ക് കൊടുക്കേണ്ട ഗ്യാസ് കൊണ്ട് ഗവൺമെൻറ് കൊടുത്ത് ഇവർ വലിയ പൈസക്ക് ഹോട്ടലുകാർക്ക് മറച്ചു വെക്കും, അല്ലെങ്കിൽ വേറെ ഇൻഡസ്ട്രീസിന് മറച്ചു വെക്കും. വീടുകളോട് പറയും നിങ്ങൾക്കില്ല, നമ്മൾ സപ്ലൈ തീർന്നു, പക്ഷേ ഇവർ ബാക്ക് എൻഡിൽ വെക്കും. ഇങ്ങനത്തെ കേസിൽ ചില മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് മുന്നേ കണ്ടിട്ട് ഗവൺമെൻറ് ഒരു കാര്യം ചെയ്തു. ഗവൺമെൻറ് ഒരു OTP സിസ്റ്റം കൊണ്ടുവന്നു. അതായത് നമ്മൾ ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് നമ്മൾക്ക് ഒരു പിന്ന് വരും, OTP വരും. ആ കോഡ് കൊടുത്താലേ ഡെലിവറി ഉള്ളൂ, അല്ലെങ്കിൽ ഡെലിവറി ഇല്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്ലാക്കിൽ വിൽക്കുന്നത് കുറച്ച് കഠിനമായിട്ട് വരും ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്. അത് നല്ലൊരു കാര്യമാണ് അല്ലേ. ഇനി ഗവൺമെൻറ് കൊണ്ടുവന്ന കാര്യം ഒരു 25 ദിവസത്തെ ബുക്കിംഗ് ഗ്യാപ്പ് കൊണ്ടുവന്നു. ഇപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 25 ഡേയ്സ് കഴിഞ്ഞേ അത് കിട്ടുള്ളൂ എന്ന രീതിയിൽ. അപ്പോൾ ഇത് നമ്മൾക്കായിരിക്കും ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിരിക്കും അല്ലേ, ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ ഇതിന് പിന്നിലുള്ള ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ മനുഷ്യർക്ക് എന്താ ചെയ്യാം, സ്റ്റോർ ചെയ്യാൻ നോക്കും അല്ലേ. ഗവൺമെൻറ്റോ ചെയ്തില്ല, അപ്പോൾ നമുക്കെങ്കിലും ചെയ്യാൻ എന്നിട്ട് നമ്മൾ കുറേ സിലിണ്ടർ സ്റ്റോർ ചെയ്യും, കുറേ ഒന്നും പറ്റില്ല, 2 സിലിണ്ടർ എക്സ്ട്രാ ഉള്ള സിലിണ്ടർ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പം ശരിക്കും നമ്മളെ വീട്ടിലിപ്പോൾ ഒരു സിലിണ്ടർ ഉണ്ട്, എന്നാലും നമ്മൾ പേടിച്ചിട്ട് വേഗം സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഫേക്ക് ഡിമാൻഡ് ക്രിയേറ്റ് ആവും. ശരിക്കും നിങ്ങൾക്ക് നീഡില്ല, പക്ഷെ നിങ്ങളുടെ ഡിമാൻഡ് വരുത്താണ്. അത് ശരിയല്ലോ. ആവശ്യമുള്ളവരിലേക്ക് ആദ്യം എത്തട്ടെ എന്ന രീതിയിൽ ഗവൺമെൻറ് ഒരു ഗ്യാപ്പ്, ഇത്ര ദിവസം കഴിഞ്ഞിട്ടേ സിലിണ്ടർ കിട്ടുള്ളൂ എന്നുള്ളൊരു, ബുക്ക് ചെയ്താൽ ഇത്ര ദിവസം വെയിറ്റ് ചെയ്യണം എന്നുള്ളൊരു പീരീഡ് കൊണ്ടുവന്നു. ഇനി ഇതൊക്കെയാണ് ഗവൺമെൻറ് ചെയ്ത ഷോർട്ട് ടേം സൊല്യൂഷൻ. ഇനി ലോങ് ടേം സൊല്യൂഷൻസ് എന്തൊക്കെയാണ്? ഇത് ഇനിയും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ പെടാൻ പാടില്ലല്ലോ. അപ്പം ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നല്ലാണ്ട് വേറെ പല രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം ഗ്യാസ്. US നിന്ന് 2.2 മില്യൺ ടൺസ് LPG ഇമ്പോർട്ട് ചെയ്യാനുള്ള ഡീല് ഇന്ത്യ സൈൻ ചെയ്തു. അത് നമ്മുടെ 100% റിക്വയർമെന്റ് കവർ ചെയ്യും. അതുപോലെ തന്നെ നോർവേ, കാനഡ, അൾജീരിയ, റഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നും നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പം എന്താണ്, എല്ലാ എഗ്സും ഒരു ബാസ്ക്കറ്റിൽ ഇടരുതെന്ന് പറയാറില്ല. അതുപോലെ എല്ലാ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്നതുകൊണ്ടല്ലേ ഈ പ്രശ്നം. അപ്പോൾ ആ വഴി അല്ലാത്ത വേറെ രാജ്യങ്ങളിൽ നിന്നും നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പ്രശ്നം വരൂല, പുറത്തുനിന്ന് സപ്ലൈ കിട്ടുമല്ലോ. അപ്പം ഇത് ഇപ്പോൾ ചെയ്യുന്നുണ്ടോ? ഇപ്പോഴും രാജ്യം ചെയ്യുന്നുണ്ട്. വേറെ രാജ്യങ്ങളൊന്നും നമ്മുടെ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ആക്ച്വലി. ഇനി രണ്ടാമത്തെ അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താലും നമുക്കറിയില്ല ഭാവിയിൽ എന്ത് പ്രശ്നം വരുന്നു. അപ്പോൾ സ്റ്റോറേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 60 ദിവസത്തെ സ്റ്റോറേജ് എങ്കിലും നമുക്ക് വേണം. അപ്പോൾ ഈ സ്റ്റോറേജ് ചെയ്യാൻ ഗവൺമെൻറ് ടൈം എടുക്കും, അത് എക്സ്പെൻസീവ് ആണ്. പക്ഷെ അത് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ക്രൈസിസ് മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി ഗവൺമെൻറ് ലോങ് ടേം സൊല്യൂഷനായിട്ട് അത് കാണും. ഇനി മൂന്നാമത് ലോങ് ടേം സൊല്യൂഷനായിട്ട് ഗവൺമെൻറ് ചെയ്യുന്ന ഒരു കാര്യം ഈ കുക്കിംഗ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. LPG ഡിമാൻഡ് കുറക്കുക എന്നുള്ളതാണ്. അതിന് ഒരു ഇലക്ട്രിക് കുക്കിംഗ് പ്രൊമോട്ട് ചെയ്യാം, ഇൻഡക്ഷൻ കുക്കർ പ്രൊമോട്ട് ചെയ്യാം, അതുപോലെ തന്നെ ബയോഗ്യാസ് പ്രൊമോട്ട് ചെയ്യാം. അത് ഗവൺമെൻറ് ഓൾറെഡി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിമാൻഡ് കുറയും, പ്രഷർ കുറയും, കുറച്ചും കൂടി സ്റ്റേബിൾ ആവും. പിന്നെ എൻവയോൺമെന്റും ഇത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് ലോങ് ടേം സൊല്യൂഷനായിട്ട് ഇന്ത്യൻ്റെ മുമ്പിലുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ലോങ് ടേം സൊല്യൂഷന് വേറെ എന്താണ് നമ്മുടെ രാജ്യത്തിന് ചെയ്യാൻ പറ്റുക? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് ഈ ക്രൈസിസ് വരാനുള്ള കാരണം എന്താണ്? നമ്മൾ 60% മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത് ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്. പിന്നെ ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് എന്നൊരു കടലിടുക്കിൻ്റെ പ്രശ്നം, ഭൂമിശാസ്ത്രപരമായിട്ട് ആ ഒരു വഴിയുള്ളൂ തുറന്ന കടലിലേക്ക് ആ കപ്പൽ വരാൻ. വേറെ പൈപ്പ് ലൈൻ കണക്ഷൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ, പക്ഷേ അതിൻ്റെയൊക്കെ കപ്പാസിറ്റി കുറവായിരിക്കും. ഏറ്റവും കൂടുതൽ കപ്പാസിറ്റിയിൽ ഓയിൽ കടന്നു വരുന്നത് ഈ ഒരു വഴിയിലേക്ക് കൂടി തന്നെയാണ്, സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് വഴി തന്നെയാണ്. പിന്നെ നമ്മൾക്ക് ഉണ്ടായ പ്രശ്നം, നമുക്ക് സ്റ്റോറേജ് ഉണ്ടായിരുന്നില്ല, അത് നമ്മളെ ബാധിച്ചു. നമ്മൾ റിഫൈനറീസ് LPG പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്തതായിരുന്നില്ല, അതും നമ്മളെ ബാധിച്ചു. അപ്പോൾ ഇതിന് സൊല്യൂഷനായിട്ട്, ഷോർട്ട് ടേം സൊല്യൂഷനായിട്ട് ഗവൺമെൻറ് എന്തൊക്കെ ചെയ്തു? പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്തു, റിഫൈനറീസിനോട് LPG പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു, ലോ യൂസ് ചെയ്തു, കുക്കിംഗ് ഗ്യാസിനെ ടയർ 1 കാറ്റഗറിയിൽ വെച്ചിട്ട് അതിൻ്റെ സപ്ലൈക്ക് പ്രയോറിറ്റി കൊടുത്തു. അതുപോലെ തന്നെ DAC സിസ്റ്റം കൊണ്ടുവന്നു. ഈ ബ്ലാക്ക് മാർക്കറ്റിംഗ് നടത്താണ്ടിരിക്കാനുള്ള കരുതലുകൾ ഗവൺമെൻറ് എടുത്തു. അതുപോലെ തന്നെ ഫേക്ക് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഒരു ബുക്കിംഗ് കൺട്രോൾ
ഗവൺമെൻറ് കൊണ്ടുവന്നു. അല്ലെങ്കിൽ ലോങ് ടേമിലേക്ക് എന്താണ് ഗവൺമെൻറ് ചെയ്യുന്നത്? ഇമ്പോർട്ട്സ് പല രാജ്യങ്ങളിൽ നിന്ന് ഡൈവേഴ്സിഫൈ ചെയ്തു, സ്റ്റോറേജ് ബിൽഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ LPG ഗ്യാസിൻ്റെ ഡിമാൻഡ് കുറക്കാൻ വേണ്ടി ഈ കുക്കിംഗ് ബയോഗ്യാസ് എന്നിവയിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഉള്ള ഇഷ്യൂ ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഫിക്സ് ചെയ്യാൻ പറ്റും, യെസ്. പക്ഷേ ടൈം എടുക്കും. നമ്മുടെ അടുത്ത സിലിണ്ടർ ലേറ്റ് ആകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തായാലും അത് എഫക്റ്റ് ചെയ്യും ഡെഫിനറ്റ്ലി. അപ്പോൾ അതെന്തായാലും നമ്മൾ മുന്നിൽ കരുതേണ്ടതാണ്. എല്ലാവരും ഇലക്ട്രിക് സ്റ്റൗ ഒക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് വെക്കുന്നതാവും നല്ലത്. ബട്ട് സിറ്റുവേഷൻ ഇമ്പ്രൂവ് ആവുന്നു എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. അവരൊരു തരത്തിൽ നമ്മളെ പേടിപ്പിക്കുന്നില്ല. നമ്മളും വളരെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവാം. ടെൻഷൻ അടിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. വരുമ്പോൾ ഫേസ് ചെയ്യാം. അപ്പോൾ ഇപ്പോഴേ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അന്നേരം അത് ഫേസ് ചെയ്യുമ്പോൾ ഇത്രയും നമ്മൾ ടെൻഷൻ അടിച്ചത് വെറുതെ ഇല്ല. ഇനി ആ പ്രശ്നം വന്നില്ല, ഇതൊക്കെ കഴിഞ്ഞു, നമുക്ക് ഗ്യാസ് കണക്ഷനൊക്കെ കിട്ടാൻ തുടങ്ങി, അപ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ചത് വെറുതെ ഇല്ലേ. അപ്പം എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ള മൈൻഡ് സെറ്റിൽ പോവുക. അത് പറയുന്നത് വളരെ ഈസിയാണ്, പക്ഷെ എന്തെങ്കിലും വഴി തുറന്നു വരുന്നതാണ് ഞാനും വിശ്വസിക്കുന്നത്. നമുക്ക് എന്ത് പ്രതിസന്ധി വരുമ്പോഴും വേറെ പലതും തുറന്നു വരും. ഓക്കെ, പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.